ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ +1 പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ +2 ഇംപ്രൂവ്മെന്റ് എഴുതാൻ പോകുന്ന ചങ്കൾക്കുമൊക്കെ ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ വീഡിയോ ആണ്. കാരണം വെയിറ്റേജ് മാത്രമല്ല, എളുപ്പവും കൂടി നോക്കിയിട്ട് നിങ്ങൾ ഏത് ചാപ്റ്റർ ആദ്യം പഠിക്കണം, പിന്നീട് ഏത് പഠിക്കണം എന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രീ ആയിട്ട് വീഡിയോസ് ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പം ലൈക്ക്, കമന്റ് കാര്യങ്ങളൊന്നും മറക്കരുത്. ഒപ്പം അതിനകത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അവസാന ബാച്ച് അതിനകത്ത് സ്റ്റാർട്ട് ആവുകയാണ്. നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ മാർക്ക് വളരെ കുറവുള്ളവർക്ക് പോലും മികച്ച റിസൾട്ടിലൂടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് SSLCയിൽ ഫുൾ A+, പക്ഷേ +1 ഒന്നും ഒരു A+ പോലും കിട്ടാത്തവരുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പയ്യന്റെ ബാച്ചിൽ കഴിഞ്ഞ +1 പയ്യന്റെ റിസൾട്ട് നോക്കിയേ. ഇവന് ഫുട്ബോളൊക്കെ കളിച്ച് നടക്കുന്ന ഒരു പയ്യനായിരുന്നു. എന്നിട്ട് പോലും കണ്ടോ, SSLCയിൽ ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ അറൗണ്ട് ഒരു 3 A+ ഒക്കെ ഉള്ളൂ. പക്ഷേ ഇവന് നോക്കൂ നിങ്ങൾ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് ഫിസിക്സിൽ റീവാലുവേഷൻ കൊടുത്ത് A+ ആയത്, കെമിസ്ട്രിയിൽ അറൗണ്ട് ഫുൾ മാർക്ക്, ബയോളജിയിൽ അറൗണ്ട് ഫുൾ മാർക്ക്, മാത്സ് ആണെങ്കിലോ മാത്സ് ഇവന് സ്കൂളിൽ ഇവൻ്റെ സ്ട്രീമിൽ മാത്സ് ഒന്നും ഇല്ലാന്നേ. ഇവൻ ചുമ്മാ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് മാത്സ് ഇനി ആവശ്യം വന്നാലോ ഭാവിയിൽ എന്നുള്ള രീതിയിൽ ഇവരെ സ്ട്രീമിൽ മാത്സ് ഇല്ലെങ്കിലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി വെറുതെ വലിയ സീരിയസ് ഒന്നും കൊടുക്കാണ്ട് പഠിച്ചതാണ്. എന്നിട്ടും കണ്ടോ 45. അപ്പം ആ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. മാത്രമല്ല, ഫെയിലായ നമ്മുടെ ബാച്ചിൽ വന്ന സ്റ്റുഡൻസ്, ഇവർ 10-15 ദിവസത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഫെയിൽ ആയതിനു ശേഷം നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത് എക്സാമിന് കണ്ടോ 32. അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഞാൻ കാണിച്ചു തരാം. ഫെയിലായി ജോയിൻ ആയിട്ട് കണ്ടോ 9 മാർക്കുമായിട്ട് അഡ്ഡപ്പടലം പൊട്ടിയിട്ട് 31 മാർക്ക്, അതും കുറഞ്ഞ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട്, കുറഞ്ഞ മണിക്കൂറുകളുടെ ക്ലാസ്സുകൾ കൊണ്ടാണ്. +1 16 ആയിരുന്നെങ്കിൽ പൊട്ടിയതിന് ശേഷം നമ്മുടെ ബാച്ചിൽ ഫെയിലായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത് കണ്ടോ 40 അറൗണ്ട് മാർക്ക് വന്നത്, അതും 10-15 ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ടാണ് പലർക്കും ഈ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. 17, 30, 14, 32, 6, 27 ബി ഗ്രേഡിലോട്ടും അതുപോലെ 10, 28 5, 24 ഇവരൊക്കെ ഫെയിൽ ആവരാട്ടോ. ഇതൊക്കെ അഡ്ഡപ്പടലം ഫെയിൽ ആയവരാ. +1 8 മാർക്ക്, +2 5 7 കണ്ട. എന്നിട്ട് കണ്ടോ ആകെ 10-12 ദിവസമാണ് ഫിസിക്സിനൊക്കെ ഇവർക്ക് ക്ലാസ് കിട്ടിയത്. എന്നിട്ട് ഒറ്റയടിക്കുക +1 മാർക്കും +2 മാർക്കും കിട്ടിയത് കണ്ടോ. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ക്ലാസ് പോലെയൊന്നുമില്ല. ക്ലാസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. കൊള്ളാം, അടിപൊളിയാണ്, നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. ഇത് ബാച്ചിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ കാര്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തുടർന്നാൽ മതി. കാരണം നമ്മൾ നമ്മുടെ ബാച്ചിൽ കൊടുക്കുന്ന സർവീസ് നമ്മുടെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ റിസൾട്ട് വന്നത്. ഇനി നമുക്ക് ആദ്യം ഞാൻ ഏത് ചാപ്റ്റർ പഠിക്കാമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഏത് പഠിക്കണം എന്നറിയോ? ഇതിനകത്ത് നോക്കുമ്പോഴേ നമ്മൾ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം, നിങ്ങൾ ആദ്യം തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പോയിക്കൊള്ളൂ കേട്ടോ. കാരണം അത് ഒരുപാട് തിയറിയാണ്, ഭയങ്കര എളുപ്പമാടാ. അപ്പം അതുകൊണ്ട് സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് അത് ഭയങ്കര എളുപ്പമാണ്. അതിനകത്ത് നിങ്ങൾ വിചാരിക്കും അത് ഭയങ്കര ടഫാണ്. കെമിക്കൽ ബോണ്ടിങ് ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ബാച്ചിൽ അതിനകത്ത് സിമ്പിളാക്കിയിട്ട് കെമിക്കൽ ബോണ്ടിങ്ങും സ്ട്രക്ചർ ഓഫ് ആറ്റം ഈ രീതിയിൽ തന്നെ നമ്മൾ ബാച്ച് പോകും. സ്ട്രക്ചർ ഓഫ് ആറ്റം ആദ്യം നമ്മൾ അങ്ങ് ഡിസ്കസ് ചെയ്യും, മനസ്സിലായില്ലേ? പിന്നെ കെമിക്കൽ ബോണ്ടിങ് അങ്ങ് പോകും. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഞാൻ ഏതാ പറയാന്നറിയാം, ഇക്വിലിബ്രിയം, അവിടെയും 10. അപ്പോൾ എത്ര മാർക്കായി? 22, 32, മനസ്സിലായില്ലേ? പകുതി മാർക്ക് 3 ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യം നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം അങ്ങോട്ട് ക്ലീൻ ആക്കും, കെമിക്കൽ ബോണ്ടിങ് കിടിലനാക്കും, കെമിക്കൽ ഇക്വിലിബ്രിയം അങ്ങ് സെറ്റ് ആക്കും. അപ്പം തന്നെ ആയില്ലേ കോൺഫിഡൻസ്. പിന്നെ നമ്മൾ ഏതിലോട്ട് പോകുന്നറിയോ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി 7 മാർക്ക്, ചെറിയ ചാപ്റ്ററുമാണ്, 7 മാർക്കും ഉണ്ട്, പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ തെർമോഡൈനാമിക്സും പിന്നെ അങ്ങ് സെറ്റ് ആക്കും. അപ്പം തന്നെ എത്രയായി? 32, 7, 39, 9, 48 മാർക്കായില്ലേ. പിന്നെ നമ്മൾ ബേസിക് കോൺസെപ്റ്റിലെ കുറച്ച് എളുപ്പമുള്ള ഭാഗങ്ങളുണ്ട്. അതിൽ കുറച്ച് ന്യൂമറിക്കൽസ് ടഫുള്ളതുണ്ടെങ്കിലും നമ്മൾ എളുപ്പമുള്ളത് ആദ്യം ഒന്ന് സെറ്റ് ആക്കും. കാരണം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആ സംഭവങ്ങളും പിന്നെ എംപിരിക്കൽ ഫോർമുലയുടെ സംഭവം. അപ്പം അതും തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് 6 മാർക്ക് കിട്ടിയാലോ. അപ്പം എത്രയായി ഇപ്പം നമ്മൾ പറഞ്ഞത് അറൗണ്ട് 32, 39, 48 ഇവിടെ 6. അപ്പോൾ എത്രയായി? 48 ഇവിടെ 7 ഉണ്ട്. ക്ലാസിഫിക്കേഷൻ നമ്മൾ അപ്പം 49, 7, 50 A+ ഒക്കെ കഴിഞ്ഞുന്നേ. പിന്നെ ബേസിക് കോൺസെപ്റ്റ്, ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് കോഡുകളും മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ പണിയൊന്നും ഇല്ലാതെ സിമ്പിളാണ്. ഓർഗാനിക് കെമിസ്ട്രി 1 ആണെങ്കിലും 2 ആണെങ്കിലും +2 പോലെ ഒന്നും അത്ര ടഫൊന്നുമില്ല. വിചാരിച്ചു കഴിഞ്ഞാൽ A+ ഒക്കെ പുഷ്പം പോലെ നേടാവുന്നതേ ഉള്ളൂ. ഇനിയും സമയമുണ്ട്. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം കൂടി മനസ്സിലാക്കി പഠിക്കുമ്പോഴേക്കും അതിനകത്ത് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തോന്നുന്നില്ല A+ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഫ്രം മൈ വ്യൂ പോയിന്റ് ഞാൻ പറയാം. പക്ഷേ നമ്മൾ അതിനകത്ത് നിങ്ങൾ ഇന്നത് പഠിക്കണം, ഓരോരോ ചാപ്റ്റർ അതിനകത്ത് ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിട്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വളരെ ലോ ഫീസിൽ ഇപ്പം ഓഫറൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എളുപ്പമുള്ളവരാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി എന്ത് ചെയ്യുക, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് ആദ്യം നോക്കിയിട്ടേ. അപ്പം ഇനിയിപ്പം നിങ്ങൾ ബേസിക് കോൺസെപ്റ്റ് അതൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയും ഒപ്പം ഒരുമിച്ച് പഠിച്ചു പോകാം.
ഓർഗാനിക് കെമിസ്ട്രി രണ്ടും കളയണ്ട, 19 മാർക്ക് വെയിറ്റേജ് ഉണ്ട് കേട്ടോ. അതൊരിക്കലും നിങ്ങൾ വിട്ട് കളയരുത്, എളുപ്പമാണ്. ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും നമ്മൾ ഓർഗാനിക്കിന് വേണ്ടിയിട്ട് മാത്രം +1 +2 സ്റ്റുഡൻസിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസാണ്. നമ്പർ ഞാൻ പറഞ്ഞില്ല അല്ലേ, ഈ നമ്പറിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യൂ കേട്ടോ, 77 36 70 70 45. അപ്പം മറക്കണ്ട, നമുക്ക് അടിപൊളിയാക്കാൻ, പരീക്ഷ സെറ്റാക്കണം എന്നുള്ളവരൊക്കെ വന്നോളൂ, ഫീസൊക്കെ കുറവാണെന്നേ. അപ്പോൾ ദാറ്റ്സ് ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.